ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. ഈ ആഴ്ച കുറച്ച് തിരക്കാണ്ട് എനിക്കൊരു നല്ലൊരു വീഡിയോ ചെയ്യാൻ ഗ്യാപ്പ് കിട്ടിയില്ല. പക്ഷേ നമ്മുടെ ഈ ചാനലിൻ്റെ ആ ഒരു ഫ്ലോ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ ഞാൻ ചെയ്യണത്. നമ്മുടെ വാൽപ്പാറ മൺസൂണിൽ എങ്ങനെയാണെന്നും അതേപോലെ തന്നെ സമ്മറിൽ പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ള ഒരു വ്യൂ ഉണ്ടോ ഈ വീഡിയോ കൂടി ഞങ്ങൾ ഷെയർ ചെയ്യണേ. ഞാനിതിന് മുന്നേ മൺസൂൺ സീസണിൽ പോയപ്പോൾ കണ്ട കാഴ്ചയൊക്കെ കിടിലനായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ ഏപ്രിൽ മെയിൽ നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ട് എൻ്റെ ഫാമിലിയിൽ. ആകെ 5 ദിവസത്തെ ലീവിലാണ് നാട്ടിൽ പോയത്. അപ്പോൾ ഒരു ദിവസത്തെ ഒരു ഗ്യാപ്പിൽ വാൽപ്പാറയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏപ്രിലാണ് പോയത്. ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ് പോയത് വാൽപ്പാറയ്ക്ക്. പക്ഷേ ഞാൻ ഓഗസ്റ്റിൽ പോയപ്പോൾ കണ്ട വാൽപ്പാറയും ഏപ്രിലിൽ പോയപ്പോൾ കണ്ട വാൽപ്പാറയും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓഗസ്റ്റിൽ പോയപ്പോൾ നല്ല മഞ്ഞും ഫുൾ പച്ചപ്പായിട്ട് ചെറിയ മഴയൊക്കെ ആയിട്ട് ഭയങ്കര രസം, നല്ല വൈബായിരുന്നു. ഈ ഏപ്രിലിൽ പോയപ്പോൾ കംപ്ലീറ്റ് ഡ്രൈ, ചുട്ടിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. വാൽപ്പാറയുടെ മേലെ പോയപ്പോൾ ഒരു തണുപ്പുണ്ടായിരുന്നു, പക്ഷേ പോണ വഴിയൊക്കെ ഉണ്ടല്ലോ, ഷോള ഡാമിൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് ഫുള്ള് ചില സ്ഥലത്തൊന്നും വെള്ളമേ ഇല്ല. ആ കുന്നുകളുടെ ഇടയിലൊക്കെ വെള്ളം പറ്റില്ലാണ്ട് ഡ്രൈ ആയിട്ട് കിടക്കുന്ന ചില സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ. എന്തായാലും നമ്മുടെ ആ ട്രിപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നെക്സ്റ്റ് വ്ളോഗിൽ വരുന്നുണ്ട് കേട്ടോ. ഞാൻ വെക്കേഷനിൽ വന്നതും പോയതൊക്കെ കുറേ ആനിമൽസിനൊക്കെ കാണാൻ പറ്റി, പക്ഷേ കംപ്ലീറ്റ്ലി ഡ്രൈ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ വാൽപ്പാറയിലത്തെ ആ മൺസൂണിൻ്റെ ഒരു ഭംഗിയും അതേസമയത്ത് സമ്മറിലെ ഒരു വ്യൂ എങ്ങനെയാണെന്നുള്ളതും കൂടി നമുക്കൊന്ന് കാണാം. സമ്മറിൽ നമ്മൾ വാൽപ്പാറയിൽ പോയപ്പോഴത്തെ ഒരു വീഡിയോ ഉണ്ടോ അത്. കുറച്ച് മുന്നേ കണ്ട ഡാമിൻ്റെ വ്യൂ സമ്മറിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കൂ. നമ്മളിപ്പോൾ മലക്കപ്പാറ എത്തിയിട്ടോ. ഒരു ഓംപ്ലേറ്റ് കഴിക്കാൻ നിർത്തിയതാണ്. നമ്മുടെ ഷെഫും അസിസ്റ്റൻറ്റ് ഷെഫൊക്കെ അവിടെ ഉണ്ട്. അവർ ഉണ്ടാക്കി നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓംപ്ലേറ്റും ബ്രെഡ് ഓംപ്ലേറ്റും. വത്സൻ കമോൺ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വത്സൻ ബൈനോക്കുലർ അപ്പം മുതൽ കഴുത്തിൽ തൂക്കിയതാണ്ടല്ലേ. വത്സൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു, അതേതൊക്കെ പോകണ്ടായിരുന്നു. വത്സൻ തിരിക്കണുണ്ടോ വത്സാ? ഇതിൽ കണ്ടോ പക്ഷികളാ? ഓക്കെ ഓക്കെ, കിളികൾ എന്ന് പറഞ്ഞാൽ മതി, മനസ്സിലായിക്കോളും. പക്ഷികൾ എന്ന് പറയണ്ട അല്ലേ വിജയടാ? പക്ഷികൾ അത്ര. മത്സ്യം ഉദ്ദേശിച്ച കിളികളൊന്നും ഇല്ലാത്തതുകൊണ്ട് മത്സ്യം നിരാശയിലായിട്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് കഴിക്കാം. ഇനി ഞാൻ ഡയലോഗ് അടിച്ചാൽ ചിലപ്പോൾ ഓംപ്ലേറ്റ് കഴിയും. മത്സ്യമൊക്കെ വളരെ വളരെ ഹംഗ്രി ആയിട്ടിരിക്കുകയാണ്. ബീറ്റർ ഉണ്ടോ?